അർജുനായുള്ള രക്ഷാദൌത്യം തുടരുന്നു. പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താനുള്ള മുങ്ങൽ വിദഗ്ധരുടെ ശ്രമം നടന്നില്ല. വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്ക്. പുഴയിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നു. അർജുന്റെ ലോറിയിലെ തടികൾ കണ്ടെത്തി. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. വെടിവെച്ചത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. കാട്ടുപോത്തിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ടെക്നോ സിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ തെക്കൻ പാലയൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയിൽ 8 മരണം. INTUC നേതാവ് രാമഭദ്രൻ കൊലക്കേസിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികളെല്ലാം CPIM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 4 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30-ന്. പദവിയേക്കാൾ വലുത് രാജ്യമെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യം സംരക്ഷിക്കാൻ. രാജ്യത്തെയും പാർട്ടിയെയും ഒരുമിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നും ബൈഡൻ. പാരീസ് ഒളിമ്പിക്സിന് നാളെ തിരിതെളിയും. ആധീനമായ അമ്പെയ്ത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തകർത്ത മൊറോക്കോ.